ഈ സ്ഥാപനം ഒരു 70 വർഷമായിട്ട് എനിക്ക് 70 വയസ്സായി. അപ്പം തൊട്ടിട്ട് അറിയാം. അന്ന് ഇവിടെ ഒരു ഫിലിപ്സ് റേഡിയോ ഉണ്ടായിരുന്നു. അയാൾ അതേ ഓൺ ചെയ്തിട്ട് സ്റ്റേഷൻ കിട്ടുള്ളൂ. ടി വി ഒന്നും അന്നില്ല. ഇവിടുത്തെ ആഹാരം കഴിച്ചാൽ ടേസ്റ്റ് ഇതൊന്നും കണ്ടിട്ട് ഞാൻ ഒന്ന് വട വാങ്ങുന്ന കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഉള്ളടക്കം. ആ ടേസ്റ്റ്, ഈ ടേസ്റ്റ് ഇവിടെ നിലനിർത്തുന്നുണ്ട്. ഇവർ അച്ഛനുള്ളപ്പോഴും അതേ തന്നെയാണ്, ഇവരും അതേമാതിരി അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. മൂപ്പരുടെ അച്ഛൻ ഓർമ്മ ഉണ്ടോ? അയാളെ അറിയും. അയാളെ ഗ്രൂപ്പ് ബോട്ട് ചായ കുതിരവണ്ടിയിലാണ് സപ്ലൈ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പാലക്കാടിൻ്റെ രുചികളാണ് തേടി നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊടുവായൂരാണ്. പാലക്കാടിൻ്റെ ഒരു ഉൾപ്രദേശമാണ് കൊടുവായൂർ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഈ കൊടുവായൂർ. അവിടെ തന്നെ ഒരു 10-80 വർഷത്തോളം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് മുരളി ഹോട്ടൽ. ഈ ബിൽഡിങ്ങിനും ഏകദേശം അത്ര പഴക്കം തോന്നുന്നു. പഴയ ബിൽഡിംഗ് ആണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹോട്ടൽ മുരളിയിലെ അടിപൊളി ഊണ്. വർഷങ്ങളായിട്ട് അച്ഛനായിട്ട് നടത്തിയതാണ്. അച്ഛന് ഏട്ടനെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടന്മാർ മാറിയപ്പോൾ ലാസ്റ്റ് പഠനം ഞാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെത്തി. അപ്പോൾ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കണം. 2020 ഫെബ്രുവരി 6-ാം തീയതിയാണ് അച്ഛൻ മരിച്ചത്. അച്ഛന് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ അസുഖങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, കടപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പഴയ റേഡിയോ ഉണ്ടായിരുന്നു. അതിനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചോദിക്കലും അതിനെ നല്ല രീതിയിൽ കിട്ടിയതാണ് റേഡിയോ. അത് ഗ്രാമത്തിലൊരു ഡോക്ടർ ശർമ്മ പറയും, അവര് കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറെ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള. പിന്നെ അത് കുറെ കാലം ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിലൊരു സാധനം വാൾവൊക്കെ കംപ്ലൈന്റ് ആയതിനു ശേഷം ഇവിടെ കൊടുവായൂരിൽ കുട്ടേട്ടൻ പറയുന്ന ഒരാൾ മാത്രം അത് റിപ്പയർ ചെയ്യുള്ളൂ. പിന്നെ അങ്ങേരെ വയസ്സായി ഓർമ്മശക്തിയൊക്കെ ആയപ്പോൾ അയാൾ നേരാക്കാൻ പറ്റാതായപ്പോൾ അത് ഉപയോഗശൂന്യമായി ഒരുപാട്. പക്ഷെ അച്ഛന് ഭയങ്കര കാര്യമായതുകൊണ്ട് ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ നന്നായി വെച്ചോണ്ടിരുന്നു. ഈ അടുത്ത കാലത്താണ് അത് മഴയത്തൊന്ന് പോയി. രാവിലെ ഇവിടെ 5:30 മണിക്ക് തുടങ്ങും. 5:30 മണിക്ക് തുടങ്ങി 6 മണി 6:30 വരെ ചായ, കാലി ചായ മാത്രം. അത് കഴിഞ്ഞ പിന്നെ സ്നാക്സ് കടികൾ, ബോണ്ട ബജ്ജി, വടയൊക്കെ, ദോശ, റോസ്റ്റ്, ഇഡ്ഡലി അങ്ങനെ ഐറ്റംസ് ഒക്കെ രാവിലെ. ഉച്ചക്ക് ഊണ് അത് 12:30 to 3 മണി വരെ. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ എന്തെങ്കിലും ഒരു ഐറ്റംസ്, ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി, നൂൽപുട്ടാണെങ്കിൽ നൂൽപുട്ട്, ദോശയാണെങ്കിൽ ദോശ, റോസ്റ്റ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഞങ്ങൾ ഇതിൽ ഓല ഷെഡ് ആയിരുന്ന കാലം മുതൽക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ്. അന്ന് ഓല ഷെഡ് വെച്ച് ആ സമയത്ത് ഇവിടെ ഇരുന്നു. അത് പിന്നെ ഷീറ്റായി, പിന്നെ ഓടായി, പിന്നെ ഈ കാണുന്ന ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു 19 വർഷമൊക്കെ ഉണ്ടാവും, കൂടുതലാണ്. ഈ സ്വിച്ചുകളൊക്കെ ഇതൊക്കെ പണ്ടത്തെ സ്വിച്ചുകളാണല്ലോ അല്ലേ? പഴയ ഞാൻ മാറ്റിയില്ല. അച്ഛനെ അതിനോട് പഴയനോട് ഭയങ്കര കമ്പം. അപ്പൊ നമ്മൾ അതിനെ കണ്ടിന്യൂ ചെയ്ത് അപ്പൊ ഇതിനെ മാറ്റാം. പക്ഷെ അച്ഛൻ അതിനെ നല്ല രീതിയിൽ നന്നായിരിക്കും. ഞാൻ നമ്മളെ കൊണ്ടാകുന്ന വരുന്ന തലമുറയും കൂടി അത് സൂക്ഷിച്ചാൽ അത് ആൾക്കാർക്ക് വരുമ്പോ കാണാം. അതൊക്കെ അതേമാതിരി ഈ ഫോട്ടോസുകളൊക്കെ, നേതാക്കന്മാരുടെ ഫോട്ടോസുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇപ്പോ ഈ മഴയിൽ അടിപെട്ടിട്ട് കുറെ എണ്ണമൊക്കെ അവിടെ ചില്ല് കംപ്ലൈന്റ് ആയിട്ടൊക്കെ മാറ്റി വെച്ചിട്ട്. അതുകൊണ്ടാണ് ആ പഴയ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഹോട്ടൽ, ഇത് പാർട്ടി ഓഫീസ് അല്ല സാർ, ഇത് ഹോട്ടൽ മുരളിയാണെന്നുള്ള ഹെഡ് ന്യൂസിലടക്കം വന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാൻ അർജുനാണുള്ളത് അല്ലേ? അർജുൻ സുരേഷേട്ടൻ്റെ മോനാട്ടോ. ചോറ് വന്നു, ഇത് കൂട്ടുകറി, തക്കാളി, ക്യാബേജ് ഉപ്പേരി, അല്ല എല്ലാം ആവി പറക്കണ്ട്, നാരങ്ങ അച്ചാറ് എന്നും അങ്ങനെ ആയിരിക്കും, അതോ അങ്ങനെ ചേഞ്ച് വരുത്തുമോ? ഓക്കെ. ഇത് സാമ്പാറല്ലല്ലോ, സാമ്പാറിന് ഇത്രയാണ് നമ്മുടെ 50 രൂപൻ്റെ ഊണ് അല്ലേ? അതാണ് 50 രൂപൻ്റെ വാഴയിലയിലെ ഊണ്. 2-3 തവണ വാങ്ങിച്ച് വയറ് നിറച്ച് കഴിക്കാന്നുള്ളതാണ്. എത്ര തവണ വാങ്ങിക്കുന്നില്ല, വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാം. ഇത് എത്ര കാലം പഴക്കണ്ട സാധനം? ഉള്ളതാണ്. എന്താ സ്വാദ് സാറേ! നിസാര തക്കാളിയും ഇത് മാത്രമായിട്ട് സംഭവമാണ്. അതിൻ്റെ രുചി അടിപൊളി. ഒരു വട വെച്ചോളി. അർജുന് 2 വട എടുക്കും. പകുതി കഴിക്കാം. വട കഴിക്കില്ല? ആയിക്കോട്ടെ, അവിടെ ഇരിക്കട്ടെ. അർജുൻ വണ്ടി ഉണ്ടാക്കും കേട്ടോ. കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ലോറിയൊക്കെ, അടിപൊളി ലോറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒന്നിനും ഒരുപാട് സംഭവങ്ങളൊക്കെ വളരെ കുഞ്ഞു വിഭവങ്ങൾ, പക്ഷെ ടേസ്റ്റിലാണ് അതിൻ്റെ പ്രധാനം രുചി. തലമുറകൾ കൈമാറി വന്ന ആ രുചി ഇപ്പോൾ ഇനി അടുത്ത തലമുറ അത് കൊണ്ടുപോകുമെന്നുള്ള അറിയില്ല. ഇതുവരെ അങ്ങനെ പോയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ വട, രസമുണ്ട്, മോരുണ്ട്. ആ രസമുണ്ട്, മോരുണ്ട്. രസം കഴിക്കാം. അതിനെന്താ വേണ്ട? രസം മോരോ ഒന്നും കഴിക്കരുത്. അയ്യേ എത്ര കഴിക്കുള്ളൂ? ഗുഡ്. നല്ല ചൂട് രസം. ഇച്ചിരി രസം ഒഴിക്കാം. അർജുന് പിന്നെ അത് രണ്ടും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാലക്കാട് കൊടുവായൂരുള്ള വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മളെ മുരളി ഹോട്ടലിലാണ് ഇന്നത്തെ ഊണ്. നല്ല അടിപൊളി ഊണാണ്. വലിയ സംഭവങ്ങളൊന്നുമില്ല, ചെറിയ സംഭവമാണെങ്കിലും നല്ല രുചിയിൽ നല്ല വൃത്തിയിൽ ഇരുന്ന് കഴിക്കാവുന്ന ഒരു സ്ഥലം. ഇനി രാവിലെ വന്നു വെച്ചാൽ നല്ല ദോശ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അർജുൻ കഴിച്ചു. അപ്പോൾ ഞാൻ ചാറ്റ് കൊടുത്താണ്. ഞാൻ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ?